കോഴിക്കോട് നടക്കുന്ന SFI അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സ്കൂളിന് അവധി നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഹെഡ്മാസ്റ്റർ അവധി നൽകിയത്. എന്നാൽ സ്കൂളിന് പൂർണ്ണമായും അവധി നൽകിയിട്ടില്ലെന്നും SFI പ്രവർത്തകരുടെ ആവശ്യപ്രകാരം ഹൈസ്കൂളിന് മാത്രമാണ് അവധി അനുവദിച്ചതെന്നും ഹെഡ്മാസ്റ്റർ സുനിൽ പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം നിരസിക്കാൻ കഴിയില്ലെന്ന് ഹെഡ്മാസ്റ്റർ നിലപാടെടുക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ്. ഗോകുൽ, ഇന്നാണ് SFI അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സമാപന റാലിയും പൊതുസമ്മേളനവും ഒക്കെ നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനാണ് വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ 27 മുതൽ 30 വരെയാണ് SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട് നടക്കുന്നത്. അതിന്റെ ഭാഗമായി SFIയുടെ തീരുമാനം കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പഠിപ്പ് മുടക്കി ഈ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള റാലിയിലേക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിനെ അവധി നൽകണമെന്നും ഇന്ന് SFI പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് 7 വിദ്യാർത്ഥികൾ രാവിലെ തന്നെ സ്കൂളിലേക്ക് വരുന്നു, പ്രധാന അധ്യാപകനെ കാണുന്നു. തുടർന്ന് ഈ ഹൈസ്കൂളിന് 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവർ ഒരു നോട്ടീസ് നൽകി. ആ നോട്ടീസിൽ പറയുന്ന കാര്യം ഇതാണ്: SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം ജൂൺ 27 മുതൽ 30 വരെ കോഴിക്കോട് വെച്ച് നടക്കുന്നു. അതിന്റെ ഭാഗമായി പൊതുസമ്മേളനവും വിദ്യാർത്ഥി റാലിയുമുണ്ട്. നഗരത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഠിപ്പ് മുടക്കി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാനാണ് SFI തീരുമാനം. ഈ തീരുമാനം നടപ്പിലാക്കാൻ പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് ഇവർ നൽകിയിട്ടുള്ള നോട്ടീസ്. ഈ നോട്ടീസ് പ്രകാരമാണ് 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് വിട്ടയക്കുന്ന ഒരു നിലപാട് പ്രധാനാധ്യാപകൻ സ്വീകരിച്ചത്. നമ്മൾ പ്രധാനാധ്യാപകനോട് സംസാരിച്ച സമയത്ത് സംഘടനാ പ്രവർത്തനമൊക്കെ ക്യാമ്പസിനകത്തുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ് പ്രധാന അധ്യാപകൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷം തന്നെ സമാനമായ മറ്റൊരു സാഹചര്യം ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവത്തിന്റെ ഭാഗമാണ് ഇത്തവണ വിദ്യാർത്ഥികളെ വിടാൻ തീരുമാനിച്ചത് എന്നാണ് പ്രധാന അധ്യാപകനായിട്ടുള്ള K. സുനിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം KSU പഠിപ്പ് മുടക്കിയ സമയത്ത് വിദ്യാർത്ഥികളെ വിടാൻ സ്കൂൾ തയ്യാറായില്ല. പ്രധാന അധ്യാപകരൊക്കെ അതിനോട് വിയോജിച്ചു. എന്നാൽ KSU പ്രവർത്തകർ പുറത്തു നിന്ന് വന്നുള്ള KSU പ്രവർത്തകർ വന്ന് സ്കൂളിന്റെ ബെല്ലടിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്ത് പോലീസിന്റെ സഹായം തേടിയപ്പോൾ പോലീസ് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾക്ക് ഈ സമരം കോംപ്രമൈസ് ചെയ്തുകൂടെ, വിദ്യാർത്ഥികളെ വിട്ടുകൂടെ എന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചത്. അന്നു മുതലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പഠിപ്പ് മുടക്കുമായി ബന്ധപ്പെട്ട സാഹചര്യവുമായി സമീപിക്കുന്ന സമയത്ത് അവരുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾക്ക് വിദ്യാർത്ഥികളെ വിടുവാനോ അല്ലെങ്കിൽ പഠിപ്പ് മുടക്കുമായി സഹകരിക്കാനോ ഒന്നും താല്പര്യമില്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാനും പഠിപ്പ് നൽകാനും തന്നെയാണ് നമ്മുടെ താല്പര്യം. പക്ഷേ ഞങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ പുറത്തുനിന്ന് ലഭിക്കുന്നില്ല എന്നാണ് പ്രധാനാധ്യാപകൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് 8, 9, 10 ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ വിടുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്നു. ഈ പഠിപ്പ് മുടക്കി വിദ്യാർത്ഥികളെ റാലിയിൽ പങ്കെടുപ്പിക്കാനുള്ള തീരുമാനം SFI കഴിഞ്ഞ ദിവസം തന്നെ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വിവിധ വിദ്യാലയങ്ങളുമായി നടന്നിരുന്നു. അതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി തന്നെ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പ്രധാനാധ്യാപകൻ ഒരു സന്ദേശം അയച്ചിരുന്നു. ഒരു പക്ഷേ നാളെ സ്കൂൾ വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുവിടാൻ വരുന്ന രക്ഷിതാക്കളും അവരുമായി വരുന്ന വാഹനങ്ങളും 10:00-ക്ക് ശേഷം മാത്രമേ ഇവിടെ നിന്നും മടങ്ങിപ്പോകാൻ പാടുള്ളൂ എന്നൊരു കാര്യം ഈ പ്രധാനാധ്യാപകൻ ഈ രക്ഷിതാക്കളുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചിരുന്നു. എന്നാൽ അതിന് മാറ്റം വരുത്തി സ്കൂളിന് പൂർണ്ണമായി അവധി നൽകിയില്ല. 8, 9 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് അവധി നൽകിയത് എന്നുള്ളതാണ് പറയുന്നത്. ഈ സമാനമായ സാഹചര്യം കോഴിക്കോട് നഗരത്തിലെ മറ്റൊരു സ്കൂളുകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഗവൺമെന്റ് സ്കൂളിൽ മാത്രമാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. SFIക്കാർ പുറമേ നിന്ന് വരുന്നു. ആ തീരുമാനത്തോട് യോജിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സമരത്തിൽ പങ്കെടുക്കാൻ വിടുന്ന ഒരു സാഹചര്യം ഈ സ്കൂളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റ് എയ്ഡഡ് സ്കൂളുകളും മറ്റ് സ്വകാര്യ സ്കൂളുകളൊക്കെ ജില്ലയിലുണ്ട്. 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വലിയ ഒരു റാലിയായി മാറ്റാനുള്ള സമീപനമായിരുന്നു SFIയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്കൂളുകളെ സമീപിച്ചിട്ടുള്ളത്. പക്ഷേ ഈ രീതിയിൽ പൂർണ്ണമായും ഒരു ബാച്ചിനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പൂർണ്ണമായും വിട്ടയക്കുന്ന ഒരു നിലപാട് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇവിടെയും ഞങ്ങൾക്ക് അത്തരം ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രധാന അധ്യാപകൻ നമ്മളോട് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. പ്രധാന അധ്യാപകൻ സുനിൽ പറയുന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം നിരസിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥി സംഘടനയും ഇത്തരത്തിൽ ആവശ്യവുമായി വന്നാൽ അത് നിരാകരിക്കാൻ പ്രിൻസിപ്പലിന് കഴിയില്ല എന്നതല്ലേ പറഞ്ഞു വരുന്നത്? വലിയ സമ്മർദ്ദത്തിലേക്ക് ഹെഡ്മാസ്റ്റർമാരെ അടക്കം തള്ളിവിടുന്ന ഒരു സമീപനം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നല്ലേ ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഹെഡ്മാസ്റ്റർ സമ്മർദ്ദത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഒരു കൂട്ടം പുറമേ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നു. നമുക്കറിയാം ഈ
സ്കൂളിനകത്ത് ക്യാമ്പസ് രാഷ്ട്രീയമൊക്കെ നിരോധിച്ചിട്ടുള്ളതാണ്. അതിൽ മാനേജ്മെന്റിന്റെയും അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പുറമേ നിന്ന് വിദ്യാർത്ഥികൾ സംഘടിച്ച് സ്കൂളിലേക്ക് വരുന്നു, ഇത്തരത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, അതുമായി സഹകരിക്കണമെന്ന് പറയുന്നു. എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ഈ സ്കൂളിനില്ല എന്നുള്ളതാണ്. അതായത് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ പ്രതിരോധിക്കേണ്ടത് പുറമേ നിന്നുള്ള പോലീസുകാരാണ്. പോലീസുകാരെ നമ്മൾ മുൻപൊക്കെ സമീപിച്ച സമയത്ത് അവർ ഞങ്ങളോട് സഹകരിക്കുന്ന ഒരു സമീപനമായിരുന്നില്ല സ്വീകരിച്ചത്. അവർ വിദ്യാർത്ഥി സമരവുമായിട്ട് സഹകരിച്ചു പോയിക്കൂടെ എന്നുള്ള സമീപനമായിരുന്നു സ്വീകരിച്ചത്. അതിനാലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കേണ്ടി വരുന്നത് എന്ന ഒരു നിലപാട് സ്കൂളിലെ അധികൃതർ സ്വീകരിക്കുന്നു. ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാർത്ഥി നമ്മളിവിടെ വന്ന് നോക്കിയ സമയത്ത് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വിദ്യാർത്ഥി സംഘടനകളുടെ കൊടിതോരണങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് മറ്റ് സമ്മേളനങ്ങളോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല. പക്ഷേ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ വന്നു കഴിഞ്ഞാലും വിടണ്ട എന്നൊരു താല്പര്യം തന്നെയാണ് നമുക്കുള്ളത്. പക്ഷേ ഞങ്ങൾ നിർബന്ധിതരായി പോകുന്നു എന്നൊരു നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭരണത്തിന്റെയൊക്കെ തലവിൽ SFI ഈ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഗവൺമെന്റ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്ന് വേണം തീരുമാനിക്കാൻ. അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രധാനാധ്യാപകർക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.